And finally, iOS 18.4 is officially here. ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം മാറ്റമാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആപ്പിൾ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് തന്നെ കുറേയധികം ഓപ്ഷൻസ് ആയിട്ട് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ iPhone 16e എന്ന് പറയുന്ന ഡിവൈസിലെ ഒരു മേജർ അപ്ഡേറ്റ് ആയിട്ടാണ് ഈ വരുന്ന 18.4 ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഈ ഓരോ അപ്ഡേഷനിൽ വന്നിരുന്ന വലിയ വലിയ മാറ്റങ്ങളും ചെറിയ ചെറിയ മാറ്റങ്ങളും ഉൾപ്പെടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. സോ ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി എല്ലാം അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഇസ് എബിൻ സേവിയർ, വെൽക്കം ബാക്ക് ടു എവിക്ക. തുടക്കം നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നേരെ കൺട്രോൾ സെൻറ്റർ എടുക്കാം. ഒരു പുതിയ ഓപ്ഷൻ എടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ആഡ് എ കൺട്രോൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ ആംബിയൻറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞ പുതിയ ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. 4 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്ലീപ്പ്, ചിൽ, പ്രൊഡക്ടിവിറ്റി ആൻഡ് വെൽബീയിങ്. ഈ 4 ഓപ്ഷൻസ് നമുക്ക് വേണ്ട പോലെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ പറയുന്ന പ്രൊഡക്ടിവിറ്റി ആഡ് ചെയ്തു. ജസ്റ്റ് ഒന്ന് എൻലാർജ് ചെയ്ത് ആ ഒരു ഇഷ്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു രീതിയിൽ ഞാൻ വെച്ചു. ഞാൻ ഇനി ആ പറയുന്ന പ്രൊഡക്റ്റീവ് മ്യൂസിക് അല്ലെങ്കിൽ ഈ പറയുന്ന ആംബിയൻ മ്യൂസിക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യണം. പ്ലേയിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ മ്യൂസിക് കൺട്രോളിൽ പോകുമ്പോൾ ഓൾറെഡി ഈ പറഞ്ഞ ട്രാക്ക് പ്ലേ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ പാട്ട് നമുക്ക് ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ പോലും ഈ ഒരു ആംബിയൻ മ്യൂസിക് നമുക്ക് യൂസ് ചെയ്യാം. അത് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ആംബിയൻ മ്യൂസിക്കിൻ്റെ മെയിൻ കൺട്രോൾസ് നമുക്ക് ആക്സസ് ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആപ്പിൾ മ്യൂസിക്കിൽ നമുക്ക് ഇൻ്റർഫിയറൻസ് ചെയ്യില്ല. ജസ്റ്റ് ആപ്പിൾ മ്യൂസിക് എടുക്കാം. ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക്കിൽ ഞാൻ എന്തൊക്കെയാണോ ആഡ് ചെയ്തിരിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. സെയിം അൽഗോരിതം, സെയിം ഫീച്ചേഴ്സ് യാതൊന്നും എനിക്കിവിടെ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആംബിയൻ മ്യൂസിക് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഞാനിവിടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് മ്യൂസിക് മാത്രമാണ് കാണുന്നത്. ഇനി ഞാൻ ഈ പറയുന്ന ആംബിയൻ മ്യൂസിക് ഒന്നുകൂടെ സെലക്ട് ചെയ്തു. ജസ്റ്റ് ആപ്പ് സ്വിച്ചറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്പിൾ മ്യൂസിക്കും ആംബിയൻ മ്യൂസിക്കും 2 ആപ്ലിക്കേഷനായിട്ട് വർക്ക് ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നത്. പക്ഷേ 2 ആപ്ലിക്കേഷൻ അല്ല, ഒരു ആപ്ലിക്കേഷൻ ഒരു ഫീച്ചറുമാണ്. മേ ബി ഇനി വരുന്ന അപ്ഡേഷനിൽ ആംബിയൻ മ്യൂസിക് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത വന്ന മാറ്റവും കൺട്രോൾ സെൻറ്ററിലാണ്. ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കൺട്രോൾ സെൻറ്ററിൽ അടുത്തൊരു ഓപ്ഷന് ക്ലിക്ക് ചെയ്തു. ആഡ് എ കൺട്രോൾ കൊടുത്തു. നേരെ സ്ക്രോൾ ഡൗൺ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ക്വിക്ക് നോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ ഒരു ഓപ്ഷൻ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ എവിടെയാണോ നിർത്തിയത് ആ ഒരു സെയിം സ്ഥലത്ത് തന്നെയാണ് ആ ഒരു മെമ്മറി സൂക്ഷിച്ചിരിക്കുന്നത്. കഴിഞ്ഞ അപ്ഡേഷൻ വരെയും നമുക്ക് ഒരു ഓപ്ഷൻ ആഡ് ചെയ്തതിനാൽ അടുത്തൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ നേരെ ഏറ്റവും ആദ്യം ഇതേപോലത്തെ ഒരു ഓപ്ഷനിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. അത് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. നമുക്ക് പിന്നീട് ആ സെയിം ഫീച്ചർ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പിന്നെയും സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോയി അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചാൽ മാത്രമാണ് ഇതേപോലെ എനിക്ക് ആവശ്യമുള്ള ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷനാലിറ്റി ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മെമ്മറിയും ഈ പറഞ്ഞ കൺട്രോൾ സെൻറ്ററിലേക്ക് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അടുത്ത് വന്ന അപ്ഡേഷനും നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ സിഗ്നലിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് റിയൽ ടൈമായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ എയർടെലിലെ ഈ ഒരു സിമ്മിൽ ഫുൾ റേഞ്ചാണ് കാണിക്കുന്നത്. സെയിം ആ റേഞ്ച് തന്നെ റിയൽ ടൈമായിട്ട് ഈ ഒരു കൺട്രോൾ സെൻറ്ററിൻ്റെ പ്ലാറ്ററിലും കാണാൻ പറ്റും. എൻ്റെ ഈ പറഞ്ഞ സിഗ്നലിൻ്റെ നെറ്റ്വർക്കിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് ഇപ്പോൾ 3 കട്ടയായിട്ടുണ്ട്. അതേ സെയിം ആ ഒരു സ്ട്രെങ്ത്തിനാണ് ഇവിടെ 3 കട്ടയായിട്ട് മാറിക്കുന്നത്. സോ ആ റിയൽ ടൈം ചേഞ്ച് ഇനി മുതൽ നമ്മുടെ ഈ ഒരു കൺട്രോൾ സെൻറ്ററിൻ്റെ പ്ലാറ്ററിലും നമുക്ക് ഫീൽ ചെയ്യും. അടുത്ത വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പ് സ്റ്റോറിലാണ്. നേരെ ആപ്പ് സ്റ്റോർ എടുത്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വെച്ചു. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു പുതിയ പോസ് ബട്ടൺ വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോസ് ആയിട്ടുണ്ട്. ഇതേ സെയിം ഫങ്ഷനാലിറ്റി നമ്മുടെ ഹോമിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് പോസ് ചെയ്യാനും അതേപോലെ റെസ്യൂം ചെയ്യാനും നമുക്ക് സാധിക്കുമായിരുന്നു. സെയിം ആ ഒരു ഫങ്ഷനാലിറ്റി ഇപ്പോൾ ആപ്പ് സ്റ്റോറിലേക്കും കൂടെ ആപ്പിൾ ഇൻ്റഗ്രേറ്റഡ് ഉണ്ട്. അടുത്ത് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ആപ്പിൾ ന്യൂസ് പ്ലസ് യൂസേഴ്സിനാണ് ആ ഒരു മാറ്റം വന്നിരിക്കുന്നത്. നേരെ ആപ്പിൾ ന്യൂസിൻ്റെ ഈ ഒരു ഓപ്ഷൻ എടുക്കാം. ഇവിടെ ഇനി മുതൽ നിങ്ങൾക്ക് ഫുഡ് റെസിപ്പീസ് അവൈലബിൾ ആണ്. എന്തിനാണ് ഈ ഫുഡ് റെസിപ്പീസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ മിനിറ്റും സെക്കൻഡ് ഉൾപ്പെടെ എന്തെങ്കിലും ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈമർ വെക്കാം. കറക്റ്റ് സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഈ പറയുന്ന ഫുഡ് റെസിപ്പീസിൻ്റെ ഓപ്ഷൻ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത് അടുത്ത വരാൻ പോകുന്ന കുറച്ചധികം പ്രൊഡക്റ്റുകൾക്കും പ്രൊഡക്ടിവിറ്റി യൂസേജിനും കൂട്ടാൻ വേണ്ടിയാണ് ആപ്പിൾ ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വരുന്ന ഈ 2025 തന്നെ കുറേയധികം പ്രൊഡക്റ്റുകൾ ആപ്പിൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്.
അതോടൊപ്പം വന്നിരിക്കുന്ന പുതിയ ആപ്ലിക്കേഷനാണ് വിഷൻ പ്രോ യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. നമ്മുടെ വാച്ച് യൂസേഴ്സിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് പല ഫങ്ഷണാലിറ്റീസും നമുക്ക് കൺട്രോൾ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ വാച്ച് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിഷൻ പ്രോ യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് അവരുടെ ഫങ്ഷണാലിറ്റീസ്, അതേപോലെ കുറേയധികം സെറ്റിംഗ്സ് ആൻഡ് ഗസ്റ്റ് മോഡ് എന്നീ പറഞ്ഞ കുറേയധികം ഓപ്ഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഫങ്ഷണാലിറ്റി ഈ പറഞ്ഞ ആപ്ലിക്കേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ ആപ്പിലാണ്. ഫോൺ ആപ്പിൽ കീപാഡ് ഓപ്ഷൻ എടുക്കുമ്പോൾ ഡ്യുവൽ സിം യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇവിടെ ഒരു പുതിയ മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ അപ്ഡേഷൻ വരെ നമുക്ക് പ്രൈമറിയും സെക്കൻഡറിയും സെയിം ഇവിടെ തന്നെയായിട്ടാണ് കാണിച്ചത്. പക്ഷേ ഈ ഒരു അപ്ഡേഷനിൽ വരുമ്പോൾ ചെറിയൊരു ടോഗിൾ വ്യത്യാസം അല്ലെങ്കിൽ ചെറിയൊരു ഗ്ലിഫ് വ്യത്യാസം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യുവൽ സിമ്മും അതേപോലെ സെക്കൻഡറി ആൻഡ് പ്രൈമറി ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാനും നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ സഫാരിലാണ്. നേരെ സഫാരിയിലേക്ക് പോവാം. ഇത് നമ്മുടെ എവിക്കയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റ് സെക്യൂർ ആണോ ബാക്കി എല്ലാ കാലവും അറിയാനായിട്ട് ഒരു പുതിയ ഓപ്ഷൻ ആപ്പിൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നേരെ ഈ പറഞ്ഞ ടാബ് സ്വിച്ച് ചെക്ക് ചെയ്യാം. ഇവിടെ ഈ കാണുന്ന 3 ഡോട്ട്സ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. കണക്ഷൻ സെക്യൂരിറ്റി ഡീറ്റെയിൽസ് എന്നുള്ള പുതിയ ഓപ്ഷൻ ഇവിടെ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് സെക്യൂർ ആണോ എന്നുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. സോ നമ്മുടെ എവിക്കയുടെ വെബ്സൈറ്റ് ഇവിടെ കറക്റ്റായിട്ട് വാലിഡേറ്റ് ആണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ നമ്മുടെ എവിക്കയുടെ വെബ്സൈറ്റ് സെക്യൂർ ആയതുകൊണ്ട് നിങ്ങൾക്ക് വാൾപേപ്പേഴ്സും മ്യൂസിക്സും എല്ലാ കാര്യങ്ങളും നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ആക്സസ് ചെയ്യാം. സോ അങ്ങനെ ഒരു പുതിയ ഓപ്ഷനും കൂടെ iOS 18.4 ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ടൈമിൽ വന്നിരിക്കുന്ന ചേഞ്ച് ആണ്. നമ്മുടെ പല യൂസേഴ്സും കുട്ടികൾക്ക് വേണ്ടി ഐഫോൺ കൊടുക്കുമ്പോൾ പാരന്റൽ കൺട്രോൾ എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യാറുണ്ട്. സോ അവർക്ക് ഈ ഒരു ഓപ്ഷൻ നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആവും. നേരെ സെറ്റിംഗ്സിലേക്ക് പോകാം. സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ സ്ക്രീൻ ടൈം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ സെറ്റപ്പ് ഫോർ ഫാമിലി എന്ന് കാണാൻ പറ്റും. സോ പാരന്റൽ കൺട്രോൾ യൂസ് ചെയ്യുന്ന കൂട്ടുകാരുടെ ആ ഒരു ഫോണിൽ അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ ഫോണിൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇത്ര സമയം എന്നുള്ള ടൈം ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചധികം അറിവും ബുദ്ധിയുമുള്ള പിള്ളേർ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഒന്നും കൂടെ റീഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ഒരു ടൈം ലിമിറ്റ് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ആ ടൈം ലിമിറ്റ് പിന്നീട് സെറ്റ് ആവില്ല. പക്ഷേ iOS 18.4 വരുമ്പോൾ ഈ പറഞ്ഞ ടൈം ലിമിറ്റ് വൺസ് പാരൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇവൻ നിങ്ങളുടെ കുട്ടികൾ റീഇൻസ്റ്റാൾ ചെയ്താലും ടൈം മാറാതെ ആ സെയിം സെലക്റ്റഡ് ആയ ടൈമിൽ മാത്രമാണ് അല്ലെങ്കിൽ ടൈം അവേഴ്സാണ് നിങ്ങളുടെ കുട്ടികൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത വന്നിരിക്കുന്ന മാറ്റവും ഈ പറഞ്ഞ ഡിവൈസ് ബൂട്ടപ്പ് ചെയ്ത് അല്ലെങ്കിൽ പുതിയ ഡിവൈസ് നിങ്ങളെടുത്ത് മെനു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഏജുകൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കുട്ടികളുടെ ഏജ് കാറ്റഗറി ഉൾപ്പെടെ സെലക്ട് ചെയ്ത് ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് കാണേണ്ടതും അതേപോലെ എക്സ്പെക്റ്റ് ആയ കോണ്ടന്റുകളും എല്ലാം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൾ ഈ പറഞ്ഞ ഡിവൈസ് ബൂട്ടപ്പ് മാനേജ്മെന്റ് തന്നെ കൊണ്ടുവരുന്നുണ്ട്. അടുത്ത വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഫോൺ യൂസ് ചെയ്തുകൊണ്ട് മാക്ബുക്ക് ഒരു ക്വിക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. iOS 18.4 മാക്ബുക്കിൽ macOS 15.4 ആണെങ്കിൽ ഇനി മുതൽ ബൂട്ടപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാക്ബുക്ക് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഐഫോൺ കൂടുതലും ഈ പറഞ്ഞ മാക്ബുക്കിൻ്റെ അടുത്താണെങ്കിൽ ഒരു യൂണീക്ക് QR കോഡ് വരികയും ആ ഒരു യൂണീക്ക് QR കോഡ് ഐഫോൺ വെച്ച് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്പിൾ ഐഡിയും ബാക്കി എസെൻഷ്യൽ ഡീറ്റെയിൽസും ജസ്റ്റ് ക്വിക്കായിട്ട് അപ്പോൾ തന്നെ ഈ പറഞ്ഞ മാക്ബുക്ക് സെറ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ആ ഒരു യൂണീക്ക് കോഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇനീഷ്യൽ സെറ്റപ്പ് ഫാസ്റ്റ് ആക്കാനുള്ള ഓപ്ഷനും ഈ പറഞ്ഞ iOS 18.4 നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ iPhone 16 സീരീസിലെ ക്യാപ്ചർ ബട്ടണിലാണ്. നേരെ സെറ്റിംഗ്സ് എടുക്കാം. സ്ക്രോൾ ഡൗൺ ചെയ്ത് ക്യാമറ എന്ന ഓപ്ഷൻ എടുത്തിട്ട് ഈ പറഞ്ഞ ക്യാമറ കൺട്രോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ചധികം പുതിയ ഓപ്ഷൻസും ലോഞ്ച് ക്യാമറ എന്ന ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ ഇങ്ങോട്ട് മാറിയിരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്യാമറ എന്ന ഓപ്ഷനിൽ കുറച്ചധികം സ്കാനേഴ്സും അതേപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസും കാണാൻ പറ്റും. ക്യാപ്ചർ ബട്ടൺ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സ്നാപ്ചാറ്റോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻസും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സെലക്ട് ചെയ്തു. ബാക്കിലേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ലോഞ്ച് ക്യാമറയിൽ ഇൻസ്റ്റാഗ്രാം എന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ക്യാമറ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ക്യാമറ എന്ന് റിനെയിം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഓരോ എടുക്കുന്ന ക്യാമറ അല്ലെങ്കിൽ ഓരോ എടുക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് ഈ ഒരു ലോഞ്ച് ക്യാമറയിൽ ഇനി മുതൽ നിങ്ങൾക്ക് ചേഞ്ച് ആവും. അടുത്ത വന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോസ് ആപ്ലിക്കേഷനിലാണ്. ജസ്റ്റ് ഫോട്ടോ ആപ്ലിക്കേഷൻ എടുക്കാം. ഇവിടെ കുറച്ചധികം സോർട്ടിങ് മെക്കാനിസം ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. കുറച്ച് ഈസി ആയിട്ട് സോർട്ട് ചെയ്യാനും അതേപോലെ നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാനാണ് ആ ഒരു സോർട്ടിങ് അല്ലെങ്കിൽ ഫിൽറ്ററിങ് ഓപ്ഷൻ
വന്നിരിക്കുന്നത്. ഈ കാണുന്ന സോർട്ടിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഫിൽട്ടർ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ കുറച്ചധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷെയർ വിത്ത് യു, നോട്ട് ഇൻ ആൽബം എന്നിങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഓഫ് ഫിൽട്ടേഴ്സ് ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് ആക്സസ് ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ട്. അടുത്ത വന്ന മാറ്റം നിങ്ങൾക്ക് നേരെ ഈ പറഞ്ഞ സെറ്റിംഗ്സിലേക്ക് പോവാം. ഏറ്റവും സ്ക്രോൾ ഡൗൺ ചെയ്ത് ആപ്ലിക്കേഷൻ എടുത്ത് ഫോട്ടോ എന്നുള്ള ആപ്ലിക്കേഷൻ നമുക്ക് എടുക്കാം. ഇവിടെ ഫോട്ടോ ഓപ്ഷനിൽ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഷോ റീസെൻ്റ്ലി വ്യൂഡ് ആൻഡ് ഷെയർഡ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഈ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ടേൺ ഓഫ് ചെയ്യുകയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് നിങ്ങളെടുത്ത ഫോട്ടോസ്, അതേപോലെ റീസെൻ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കിട്ടിയ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാനും അതേപോലെ നിങ്ങൾക്ക് ആക്സസ് ഓഫ് ചെയ്യാനും പറ്റുന്നതാണ്. കുറച്ചും കൂടെ ഈ പറഞ്ഞ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കസ്റ്റമൈസേഷനും ആക്സസിബിലിറ്റിയും കൂട്ടാൻ വേണ്ടിയാണ് ആപ്പിൾ ഈ പറയുന്ന ഓപ്ഷൻ ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന മാറ്റം, നമുക്ക് 10 പുതിയ സിസ്റ്റം ലാംഗ്വേജ് ആണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. നേരെ സെറ്റിംഗ്സ് എടുക്കാം. അവിടെ ജനറൽ ഓപ്ഷനിൽ നേരെ സ്ക്രോൾ ഡൗൺ ചെയ്ത് ലാംഗ്വേജ് ആൻഡ് റീജിയൻ എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് പ്രിഫേർഡ് ലാംഗ്വേജ് കാണാൻ പറ്റും. ആഡ് ലാംഗ്വേജ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് മലയാളം എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഐഫോണിൻ്റെ സിസ്റ്റം സെറ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് ഇപ്പോൾ മലയാളം വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തമിഴ്, ഉറുദു എന്നിങ്ങനെ കുറച്ചധികം സെലക്റ്റഡ് ലാംഗ്വേജുകളും ഐഫോണിൻ്റെ സിസ്റ്റം സെറ്റിംഗ്സ് ആയിട്ട് ആപ്പിൾ ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് സിറിയിൽ ഒരു പുതിയ 2 വോയിസും കൂടെ വന്നിട്ടുണ്ട്. നേരെ സിറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് വോയിസ് എന്ന ഓപ്ഷനിൽ അമേരിക്കയിലാണ് കാണുന്നത്. ഈ ഓസ്ട്രേലിയൻ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നേരത്തെ 2 വോയിസ് ആണെങ്കിൽ ഇപ്പം 4 വോയിസ് ആയിട്ട് ആപ്പിൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് 4 വോയിസ് കാണാൻ പറ്റും. ഓരോ വോയിസും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഫസ്റ്റ് വോയിസ്: The colors of the sky fade with the setting sun as the stars begin to shine through the clear night. Second voice: The colors of the sky fade with the setting sun as the stars begin to shine through the clear night. Third voice: The colors of the sky fade with the setting sun as the stars begin to shine through the clear night. Fourth voice: The colors of the sky fade with the setting sun as the stars begin to shine through the clear night. ഇങ്ങനെ 4 പുതിയ വോയിസും കൂടെ ആപ്പിൾ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ വോയിസിൽ മാത്രമാണ്. ബാക്കി ഒരു വോയിസിലും ഇപ്പോൾ ആപ്പിൾ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള. ആൻഡ് ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് 8 പുതിയ ഇമോജിസും കൂടെ ആപ്പിൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ 8 പുതിയ ഇമോജിസും ഇനി മുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സ് അറിയാൻ നിങ്ങൾക്ക് ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വൈ നോട്ട്? ഇതേപോലെ അടിപൊളി കാര്യങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. ഇനി നമ്മുടെ ആപ്പിൾ ഇൻ്റലിജൻസിനെ പറ്റി സംസാരിക്കാം. ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടായ യൂറോപ്യൻ യൂണിയനിലേക്കും കൂടെ ആപ്പിൾ ഇൻ്റലിജൻസ് ഇപ്പോൾ എക്സ്പാൻഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേയധികം കൂട്ടുകാർക്ക് ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാനും അതിൻ്റെ കുറേയധികം ഫീച്ചേഴ്സ് എക്സ്പ്ലോർ ചെയ്യാനും പറ്റുന്നതാണ്. അറ്റ് ദ സെയിം ടൈം ആപ്പിൾ ഏകദേശം 8 പുതിയ ലാംഗ്വേജും കൂടെ ആപ്പിൾ ഇൻ്റലിജൻസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നേരെ സെറ്റിംഗ്സ് എടുക്കാം. സ്ക്രോൾ ഡൗൺ ചെയ്ത് ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ എൻ്റെ ലാംഗ്വേജ് ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇംഗ്ലീഷാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് ഇനി മുതൽ ആപ്പിൾ ഇൻ്റലിജൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത വന്നിരിക്കുന്ന മാറ്റം, നമുക്ക് കീബോർഡ് ലേ ഔട്ടിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നേരെ നമ്മുടെ മെസ്സേജിങ് ഓപ്ഷൻ എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന കീബോർഡിൽ ഇമോജി സെക്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പുതുതായിട്ട് ജെമോജിക്ക് കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ജെമോജി ക്രിയേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് ഓഫ് ആക്സസ് ആയിട്ടാണ് ആപ്പിൾ ഈ ഒരു വട്ടം 18.4-ൽ ഈ ഒരു ജെമോജി ഓപ്ഷൻ കീബോർഡ് ലേ ഔട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ ജെമോജി അത്രമാത്രം യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യാറില്ല. നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, ജെമോജി ഡെയിലി യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അടുത്തതായിട്ട് വന്നിരുന്ന മാറ്റം നമുക്ക് പ്രയോറിറ്റൈസ് നോട്ടിഫിക്കേഷനാണ്. നേരെ സെറ്റിംഗ്സ് എടുക്കാം. സ്ക്രോൾ ഡൗൺ ചെയ്ത് നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ഓഫ് ആയിട്ടാണ് കാണുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻസും ഈ പറയുന്ന പ്രയോറിറ്റൈസ് നോട്ടിഫിക്കേഷൻ ഓൺ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അടുത്ത വന്നിരിക്കുന്നത് ഐഫോൺ 16 ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കൊണ്ടുവന്നൊരു ഫീച്ചറാണ് ആക്ഷൻ ബട്ടൺ ട്രിഗർ ചെയ്തുകൊണ്ട് നമുക്ക് ആപ്പിളിൻ്റെ ഏറ്റവും വലിയ വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന ഓപ്ഷൻ ട്രിഗർ ചെയ്യുന്നത്. അത് എനേബിൾ ചെയ്യാൻ നേരം സെറ്റിംഗ്സിൽ എടുക്കാം. സ്ക്രോൾ ഡൗൺ ചെയ്ത് ആക്ഷൻ ബട്ടൺ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കാം.
ഇവിടെ വിഷ്വൽ ഇൻ്റലിജൻസ് ഇത് ഓൺ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൺട്രോൾ സെൻറ്ററിലും ഇനി മുതൽ വിഷ്വൽ ഇൻ്റലിജൻസ് ആക്സസ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ കൺട്രോൾ സെൻറ്റർ എടുക്കാം, പുതിയൊരു കൺട്രോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കാം, ആഡ് എ കൺട്രോൾ, സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി എന്ന് പറഞ്ഞ പുതിയ ഫ്രേസും അതേപോലെ വിഷ്വൽ ഇൻ്റലിജൻസിൻ്റെ ഓപ്ഷനും നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, വിഷ്വൽ ഇൻ്റലിജൻസിൻ്റെ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. കൺട്രോൾ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ വിഷ്വൽ ഇൻ്റലിജൻസ് ഇനി മുതൽ ആക്സസ് ചെയ്യാം. അടുത്തൊരു മാറ്റം വന്നിരിക്കുന്നത് ഇമേജ് പ്ലേ ഗ്രൗണ്ട് എന്ന ആപ്ലിക്കേഷനാണ്. നേരെ ഇമേജ് പ്ലേ എന്ന ആപ്ലിക്കേഷൻ എടുക്കാം. ഇവിടെ ഒരു പുതിയ പ്രോംപ്റ്റ് ഞാൻ കൊടുക്കുകയാണ്. എ ഡോഗ് സിറ്റിംഗ് ഓൺ എ റെഡ് കാർ എന്ന് ഞാൻ കൊടുത്തു. ആ ഒരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ഫോട്ടോ ഇപ്പോൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്യുമ്പോൾ സ്കെച്ച് എന്ന് പറഞ്ഞ പുതിയ ആ ഒരു സ്റ്റൈല് കാണാൻ പറ്റും. നേരത്തെ 2 സ്റ്റൈലായിരുന്നു നിങ്ങൾക്കുണ്ടായത്, ആനിമേഷനും ഇല്ലുസ്ട്രേഷനും. ഇപ്പോൾ മൂന്നാമത്തെ സ്കെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. സോ ഇതേപോലുള്ള കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സ്കെച്ചുകൾ ആപ്പിളിലെ ഇമേജ് പ്ലേ ഗ്രൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേഷനിൽ വന്ന കുറേയധികം സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ വിവരങ്ങൾ അറിയാട്ട് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ അപ്ഡേഷനിൽ വന്ന ഓരോ സെക്യൂരിറ്റി പാച്ചും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എനിക്കുണ്ടായ ബഗ് ഫിക്സസ് എന്തൊക്കെ നോക്കാം. ഏറ്റവും മേജറായിട്ട് വന്നത് ഈ പറഞ്ഞ ക്യാപ്ചർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു ബഗ് iOS 18.3.2 എനിക്കുണ്ടായിരുന്നു. ആ ഒരു ബഗ് ഈ അപ്ഡേഷനിൽ മാറിയിട്ടുണ്ട്. എസ്പെഷ്യലി ഫോൺ ലോക്ക് ആയിട്ടിരിക്കുമ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ എനിക്ക് ക്യാപ്ചർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ആക്സസ് ചെയ്യുന്ന പോലെ ആയിരുന്നില്ല എനിക്ക് 18.3.2 വന്നിരുന്നത്. അതോടൊപ്പം കുറേയധികം കൂട്ടർ ഫേസ് ചെയ്തൊരു കാര്യമാണ് ഈ പറഞ്ഞ ക്യാമറ സ്റ്റക്ക് ആവുന്ന ഒരു ബഗ് എന്ന് പറയുന്നത്. പേഴ്സണലി എനിക്കും കുറേ വട്ടം ഫീൽ ചെയ്ത ഒരു ബഗ്ഗായിരുന്നു. വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്യാമറ സ്റ്റക്കായി പോവുക, അതോടൊപ്പം ഫോട്ടോ എടുക്കുമ്പോൾ ഫുള്ളായിട്ട് ബ്ലറായി പോവുക എന്നിങ്ങനെയുള്ള ബഗ്. ആ ഒരു ബഗ്ഗും എനിക്ക് ഈ ഒരു അപ്ഡേഷൻ റിസോൾവ് ആയിട്ടുണ്ട്. മേജറായിട്ടുള്ള ബഗ്ഗും കാര്യം പറയുകയാണെങ്കിൽ ഒരു ഫോളോ വീഡിയോ ചെയ്യുമ്പോഴാണ് ഞാനത് പറയാറ്. ആൻഡ് ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം കൂട്ടുകാർക്ക് ഈ പറഞ്ഞ റീബൂട്ടിൻ്റെ ഒരു ബഗ് മാറിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇതേപോലെ നിങ്ങൾക്കും എന്തെങ്കിലും മേജറായിട്ടുള്ള ബഗ് ഫിക്സസോ അതേപോലെ ബഗ്ഗുകളോ ഉണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇനി ഈ പറഞ്ഞ അപ്ഡേഷൻ്റെ പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല സ്മൂത്തായിട്ടും അതേപോലെ വേറൊരു ബഗ്ഗോ ക്ലട്ടറിങ്ങോ ഫീൽ ചെയ്യാതെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ പെർഫോമൻസ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാണെങ്കിൽ ഒരു 3-4 ദിവസം എന്തായാലും തറവലി യൂസ് ചെയ്യണം. ഹീറ്റിങ്ങും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു കൂൾ ഡൗൺ സ്റ്റേറ്റിൽ തന്നെയാണ് ഇത്രയും നേരം വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ നേരെ ഈ സെറ്റിങ്സിലേക്ക് പോവാം. ബാറ്ററി ഹെൽത്ത് എടുക്കാം. എൻ്റെ ബാറ്ററി ഹെൽത്ത് 100% ആണ്. അതേപോലെ 163 സൈക്കിൾസ് ആണ് എൻ്റെ ഫുൾ ബാറ്ററി സൈക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ബാറ്ററി യൂസേജും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 5 മണിക്കൂറും 41 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറും 17 മിനിറ്റുമാണ്. ആൻഡ് നിങ്ങൾക്ക് ലാസ്റ്റ് 10 ഡേയ്സ് നോക്കുമ്പോഴും എൻ്റെ ഫോൺ നല്ല രീതിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ പറഞ്ഞ ബാറ്ററി ഞാൻ നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ബാറ്ററിയുടെ ആ റെസ്പോൺസും എനിക്ക് നല്ല രീതിക്ക് തന്നെയാണ് ലഭിക്കുന്നത്. മേക്ക് ഷുവർ ചാർജിങ് ലിമിറ്റ് 90% നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബാറ്ററിയുടെ ചാർജിങ് സൈക്കിൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. സോ ബാറ്ററി ഹെൽത്ത് നിങ്ങൾക്ക് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ ഒരു iOS 18.4 വീഡിയോയിൽ കുറേയധികം പുതിയ അപ്ഡേഷൻസും ചേഞ്ചുകളും നിങ്ങൾക്ക് മനസ്സിലായി അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ റെഗുലർ ആയിട്ടുള്ള എല്ലാ കളറും അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Yebin Sevia signing from Evika.